നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 13-ാം തീയതി കാസർഗോഡ് അഴീക്കൽ ജുമാ മസ്ജിദിൽ ഒരു ശൈശവ വിവാഹം നടന്നു. അപ്പോൾ ഒരു 16-കാരിയുടെ നിക്കാഹ് നടത്തിക്കൊടുത്തത് ആ പള്ളിയിലെ ഉസ്താദ് റഹ്മത്തുള്ളയും ആ പെൺകുട്ടിയുടെ വാപ്പയും ഒപ്പം അതിന് പങ്കാളിയായ ഷാബിർ ഷെയ്ഖ് എന്നുള്ളൊരു 28-കാരൻ പ്രവാസി. ആ പ്രവാസിയുമായിട്ടാണ് നിക്കാഹ് നടന്നത്. ഒപ്പം ആ അഴീക്കലിലെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള താജുദ്ദീൻ. ഈ 4 പേരാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പേരുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികളെന്ന് തന്നെ പറയണം. കാരണം ഇത് പോക്സോ കേസാണ്. ഇതുമായിട്ടുള്ളൊരു ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അറിയുവാൻ കഴിയുന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് ഈ കേസ് അന്വേഷിച്ചു. പക്ഷേ പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലെ CCTV ദൃശ്യങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിയെ സ്വാധീനിച്ച് അത്തരത്തിലൊരു ശൈശവ വിവാഹമേ നടന്നിട്ടില്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതികളുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ നടക്കുന്നത് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പക്ഷേ കേസ് എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം എടുത്തു പറയണം. ഈ വലിയപറമ്പ് സ്വദേശിനിയായ ഈ പെൺകുട്ടിയുടെ സ്വന്തം മഹല്ല് കമ്മിറ്റി പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഈ നിക്കാഹ് നടത്തി കൊടുക്കുവാൻ വിസമ്മതിച്ചിരുന്നു. അതിലവരെ അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ഈ ഒരു ശൈശവ വിവാഹം സംബന്ധിച്ച് കാസർഗോഡ് നിന്ന് വരുന്ന ആദ്യത്തെ ഒരു കേസ് അല്ലിത്. കഴിഞ്ഞ മാസവും ഇതുപോലുള്ളൊരു സമാനമായിട്ടുള്ളൊരു കേസ് തന്നെ കാസർഗോഡ് നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വാർത്തകളുടെ പിന്നിലുള്ള ഒരു ചരടുവലികൾ, സംഭവങ്ങളുടെ പിന്നിലുള്ള ഒരു ചരടുവലികൾ എത്തരത്തിലാണ് പോകുന്നത് എന്ന് വിശദമാകണമെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കണം. പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, പക്ഷേ പോക്സോ ചുമത്തിയിട്ടില്ല ഇതുവരെ. അതേ തുടർന്ന് സാമൂഹ്യ പ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ കുളത്തൂർ ജയസിംഗ് ചീഫ് സെക്രട്ടറിക്ക് പരാതി അയക്കുകയും ചീഫ് സെക്രട്ടറി ആ പരാതി DGPക്ക് കൈമാറുകയും DGP കാസർഗോഡ് SPക്ക് അന്വേഷിച്ച് വേണ്ട നടപടിയെടുക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതാണ് ഇതുവരെയുള്ള ഈ കേസിൻ്റെ വികസനം. പക്ഷേ ഇതുവരെയുള്ള അന്വേഷണത്തിൽ പോലീസ് കാണിച്ച അനാസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ, കൃത്യമായിട്ട് ഒരു ആരോപണമായിട്ടല്ലാതെ നമുക്കതിനെക്കുറിച്ച് ഉറപ്പിച്ച് ഈ ഘട്ടത്തിലൊന്നും പറയുവാൻ സാധിക്കില്ല. പോലീസിൻ്റെ അനാസ്ഥത കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ പ്രധാന പ്രതിയാകേണ്ടിയിരുന്ന വരൻ ഷാബിർ ഷെയ്ഖ് എന്ന വ്യക്തി പ്രവാസിയാണ്. ഈ വിവാഹം കഴിഞ്ഞ് ഈ 16-കാരിയെ കുറച്ച് ദിവസങ്ങൾ കൂടെ താമസിപ്പിച്ച് ഏപ്രിൽ 13-ാം തീയതിയാണ് വിവാഹം നടന്നത്. ഈ നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് ദിവസം ഈ 16-കാരിയെ കൂടെ താമസിച്ചതിന് ശേഷം ഈ കേസ് വന്ന സമയത്തേക്ക് അദ്ദേഹം വിദേശത്തേക്ക് രക്ഷപ്പെട്ടു പോയി. പെൺകുട്ടിയുടെ വാപ്പയും ഉസ്താദും പഞ്ചായത്ത് മെമ്പറും എല്ലാം ഒളിവിലാണെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. ചന്തേരി പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. പക്ഷേ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഇത് തേഞ്ഞു മാഞ്ഞു പോകുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് ഉൾപ്പെടെ നാട്ടുകാർ പറയുന്നത്. വീണ്ടും പറയുന്നു, പെൺകുട്ടിയുടെ മഹല്ല് കമ്മിറ്റി നടത്തിക്കൊടുക്കാൻ വിസമ്മതിച്ച നിക്കാഹാണ് വരൻ്റെ നാടായ അഴീക്കൽ കൊണ്ടുചെന്ന് ആ അഴീക്കൽ ജുമാ മസ്ജിദിലെ ഉസ്താദായ റഹ്മത്തുള്ളയുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടിരിക്കുന്നത്. ഈ പോക്സോ കേസിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ മാസവും ഇത് സംബന്ധിച്ച ഒരു വിവരം പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ളൊരു ശൈശവ വിവാഹം, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ, അതായത് നിയമപ്രകാരം 18 വയസ്സ് തികയാത്ത പെൺകുട്ടികളുടെ വിവാഹം മുസ്ലിം സമുദായത്തിൽ ഇത്രയധികം നടക്കുന്നത് എന്തുകൊണ്ടാണ്? അടിസ്ഥാനപരമായിട്ട് അതിനൊരൊറ്റ വിശദീകരണമേ ഉള്ളൂ. ഈ മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഒരു പൊതുവായ ധാരണ ഇത്തരം ഈ റഹ്മത്തുള്ളയെ പോലുള്ള ഉസ്താദുമാരാൽ പരത്തപ്പെട്ടിട്ടുണ്ട്. ഈ 18 വയസ്സ് 21 വയസ്സാണെന്ന് നമ്മൾ കണക്കാക്കേണ്ടതില്ല. നമ്മുടെ മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം അനുവദനീയമാണ്. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെ അത്തരത്തിലുള്ളൊരു കാലഘടന അല്ലെങ്കിൽ ഒരു പ്രായക്രമം അവർ പറയും. അതാണ് അനുവദനീയമായിട്ടുള്ളത്. നമ്മുടെ മതഗ്രന്ഥം എന്നുള്ളത് ഭരണഘടനയ്ക്കും ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾക്കുമൊക്കെ മുകളിലാണ്. കാരണം അത് ദൈവനിർമ്മിതമാണ്. ഇത്തരത്തിലുള്ളൊരു ധാരണ ആ സാധാരണ ജനങ്ങളുടെ ഇടയിൽ, ഈ സാധാരണ ജനങ്ങളിൽ പലരും ഒരു പക്ഷേ മതവിദ്യാഭ്യാസം മാത്രമുള്ള സാധാരണക്കാരായിരിക്കാം. അവരുടെ ഉള്ളിൽ അവർ ആത്മാർത്ഥമായും വിശ്വസിക്കുന്നുണ്ടാകാം ഒരു പക്ഷേ. ഇതാണ് സത്യം. ഉസ്താദ് പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ നിയമമാണ് ഭരണഘടനയ്ക്ക് മുകളിൽ. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരിക്കുമെന്നുള്ളൊരു ധാരണ ഒരു പക്ഷേ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഈ അഴീക്കൽ നടന്ന സംഭവത്തിൽ അത്തരത്തിൽ നിഷ്കളങ്കരല്ല ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. പെൺകുട്ടിയുടെ വാപ്പയാകട്ടെ, 28 വയസ്സുള്ള ഷാബിർ ഷെയ്ഖ് ആകട്ടെ, വരൻ പഞ്ചായത്ത് വാർഡ് മെമ്പറായിട്ടുള്ള താജുദ്ദീൻ ആകട്ടെ, ഇവരാരും നിയമമറിയാത്ത ആളുകളല്ല. ഉസ്താദ് റഹ്മത്തുള്ള എന്തായാലുമല്ല. കാരണം പെൺകുട്ടിയുടെ നാട്ടിലെ മഹല്ല് കമ്മിറ്റി
നിഷേധിച്ച, നടത്തിക്കൊടുക്കാൻ വിസമ്മതിച്ചൊരു നിക്കാഹാണ് ഇദ്ദേഹം നടത്തിക്കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരാരും അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ല. പക്ഷേ സാധാരണ ജനങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അവരുടെ ഇടയിൽ ഇത്തരത്തിലൊരു പൊതുവായ ധാരണ പരന്നിട്ടുണ്ട്. അതല്ല എന്നുള്ളൊരു ബോധ്യം അവർക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഭരണ സംവിധാനങ്ങളും വിദ്യാഭ്യാസ രീതികളും ആ വിവരം അവരിലേക്ക് എത്തിക്കണം. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ഒരു സാഹചര്യം അത്തരത്തിലൊരു പ്രവർത്തനത്തിനും അനുമതി നൽകുന്നില്ല എന്ന് മാത്രമല്ല, അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിരവധി ചെയ്യുന്നതുമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും കേരളം ഭരിക്കുന്ന മുന്നണിയുടെ പ്രധാന രാഷ്ട്രീയ കക്ഷിയായ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അവിടെ നിന്നുള്ള MP-യും ഒക്കെ ചേർന്നാണ് ഇപ്പോൾ പ്രായപൂർത്തിയായിട്ടില്ല എന്ന് ആരോപിക്കപ്പെടുന്ന കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുക്കുവാൻ മുന്നിൽ നിന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ സ്വതവേ തന്നെ ഇത്തരത്തിലൊരു കാര്യങ്ങളിൽ തെറ്റൊന്നുമില്ല എന്ന് ധരിച്ച് വശായിരിക്കുന്ന ഒരു സമൂഹത്തിന് അത് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? ആ സമുദായത്തിന് നൽകുന്ന സന്ദേശം വളരെ തെറ്റായൊരു സന്ദേശമായിരിക്കുമെന്ന് മാത്രമല്ല, വളരെ അപകടകരമായൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുവാനുള്ള സാധ്യതയും ഈ ഒരു സാഹചര്യം ഒരുക്കുന്നു കേരളത്തിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച്. ആലോചിച്ച് നോക്കൂ, ഇന്ന് 16, നാളെ 15, ഇനി അത് 9-ലും 6-ലും എത്താൻ അധികം സമയം വേണ്ട. കാരണം താലിബാൻ അഫ്ഗാനിസ്ഥാനിലൊക്കെ ആ നിയമം ഇപ്പോൾ തന്നെ നടപ്പാക്കി കഴിഞ്ഞു. 9 വയസ്സുള്ള പെൺകുട്ടിയെ നിക്കാഹ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അത് നാളെ ഏതെങ്കിലും ഒരു ഉസ്താദ് ഈ സാധാരണക്കാരായ പാവങ്ങളായ മുസ്ലിം സമുദായക്കാരോട് പറയണം, 9 വയസ്സിൽ വിവാഹം കഴിച്ചു കൊടുക്കുന്നതുകൊണ്ട്, പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നമ്മുടെ മതഗ്രന്ഥത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. അവർ അപ്പോഴും വിശ്വസിക്കുന്ന എന്തായിരിക്കും? ആ മതഗ്രന്ഥം ഭരണഘടനയ്ക്ക് മുകളിലാണ്, നാട്ടിൽ നടപ്പുള്ള നമ്മുടെ നാടിൻ്റെ നിയമത്തിന് മുകളിലാണ് ആ മതഗ്രന്ഥത്തിലെ നിയമം. മതഗ്രന്ഥത്തിൽ ആ നിയമം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം മറ്റൊരവസരത്തിലുള്ള സംവാദത്തിന് ഉതകുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഇത് ഉസ്താദുമാർ പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ട്. അവരുടെ ജീവനോപാധിയായിട്ടായിരിക്കാം, അവരുടെ വയറ്റിൽപ്പിഴപ്പായിരിക്കാം, ഒരുപക്ഷെ അവരുടെ മതത്തിൻ്റെ ഒരു മേൽക്കോയ്മ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കാം. കാരണം എന്ത് തന്നെ ആയാലും നിയമപരമായിട്ട് അത്യന്തം ഗുരുതരമായൊരു കുറ്റകൃത്യമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നിരവധി, ഒന്നിന് പിറകെ ഒന്നൊന്നായി ഒരു പ്രത്യേക പ്രദേശത്ത് നിന്ന് തന്നെ വരുന്നുണ്ടെന്ന് മാത്രമല്ല, അത് പതിയെ വ്യാപിക്കുന്നുണ്ട് കേരളത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലേക്ക്. പക്ഷേ വ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ പ്രവണതയല്ല. മുൻകാലങ്ങളിൽ തന്നെ മൈസൂർ കല്യാണങ്ങളായും അറബി കല്യാണങ്ങളായും ഇത്തരം ശൈശവ വിവാഹങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലേക്ക്, മലപ്പുറം മുകളിലേക്ക്. കാസർഗോഡാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടാതെ, ജനശ്രദ്ധയിൽപ്പെടാതെ, പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരാതെ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കപ്പെടുന്ന എത്രയോ കേസുകൾ ഉണ്ടാകാം. അതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അങ്ങനെ പരിശോധന നടക്കണമെങ്കിൽ, അത്തരത്തിൽ ക്രിയാത്മകമായിട്ടുള്ളൊരു പരിശോധന നടക്കണമെങ്കിൽ, സജീവമായി കാര്യക്ഷമമായി പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കാത്ത ഒരു നിയമപാലക സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. അത്തരത്തിലൊരു നിയമപാലക സംവിധാനം ഇല്ല എന്നാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗിനെ പോലുള്ളവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് മാത്രമല്ല, നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തതെന്ന് ആലോചിക്കുക. അതുകൊണ്ട് തന്നെ പറയുന്നു, മുസ്ലിം സമുദായത്തിനെ അടച്ചാക്ഷേപിക്കുകയല്ല ഇവിടെ. കാരണം ആ മഹല്ല് കമ്മിറ്റി, പെൺകുട്ടിയുടെ നാട്ടിലെ മഹല്ല് കമ്മിറ്റി അഭിനന്ദനം അർഹിക്കുന്നു. കാരണം അവർ വിസമ്മതിച്ചിരുന്നു ഈ നിക്കാഹ് നടത്തി കൊടുക്കാൻ. നാട്ടുകാരെന്ന് പറയുന്നത് എന്തായാലും അഴീക്കൽ ജുമാ മസ്ജിദിന് ചുറ്റുമുള്ള ഈ വരൻ എന്ന് പറയുന്ന ക്രിമിനലിൻ്റെ, ഷാബിർ ഷെയ്ഖിൻ്റെ നാട്ടുകാരായ എല്ലാവരും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആയിരിക്കില്ല. ഈ നാട്ടുകാരുടെ പരാതി എന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിൽ വിവരമുള്ള മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ആളുകളും ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അത്തരത്തിലുള്ളൊരു തിരിച്ചറിവ് പലരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ തിരിച്ചറിവ് ഈ സാധാരണക്കാരായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതഗ്രന്ഥമാണ് ഭരണഘടനയ്ക്ക് മുകളിൽ എന്ന് ഉസ്താദ് പറയുന്നത് അതേപടി വിശ്വസിക്കുന്ന പാവങ്ങളുടെ ഇടയിലേക്ക് ഈ തിരിച്ചറിവ് എത്തുവാൻ ഈ റഹ്മത്തുള്ളയെ പോലുള്ള ഉസ്താദുമാർ തടസ്സമായി നിൽക്കുന്നുണ്ട്. കാരണം മതപണ്ഡിതന്മാരുടെ ഒരു രംഗം, അല്ലെങ്കിൽ ഒരു മതപണ്ഡിതന്മാരുടെ ഒരു റോളുണ്ടല്ലോ, ഇത്തരത്തിലുള്ള അവരുടെ ഒരു സമുദായത്തിൽ ഇടപെടുന്നതിൽ അവരുടെ ഒരു സ്വാധീനം വളരെ വലുതാണ്. ഈ റഹ്മത്തുള്ളയെ പോലുള്ളൊരു ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാര് പറയുന്നതിനേക്കാളും അതിന് വില നൽകുന്ന ഒരു സമുദായം ദൗർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ആ സമുദായത്തെ പറ്റിച്ചും അല്ലെങ്കിൽ ആ സമുദായത്തെ ഇത്തരത്തിലൊരു
മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി നിയന്ത്രണത്തിലാക്കിയും കൊണ്ടുപോകുന്ന ഈ റഹ്മത്തുള്ളയെ പോലുള്ള ഉസ്താദുമാരെയും ഈ റഹ്മത്തുള്ളയെ പോലുള്ള ഉസ്താദുമാരെ ഉപയോഗിച്ച് സ്വന്തം കാര്യം കാണുന്ന ഈ ഷാബിർ ഷെയ്ഖിനെ പോലുള്ള ക്രിമിനലുകളെയും അതിന് കൂട്ടു നിൽക്കുന്ന വാർഡ് മെമ്പറായ താജുദ്ദീനെ പോലുള്ള കൊടും ക്രിമിനലുകളെയും നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണമെങ്കിൽ ആദ്യം ആ സമൂഹത്തിന് ഒരു തിരിച്ചറിവുണ്ടാക്കണം, അവരുടെ ഇടയിൽ ഒരു അവബോധം വളർത്തണം. അതിനുള്ള ശ്രമങ്ങളാണ് നാം നടത്തേണ്ടത്, നമ്മുടെ സമൂഹം നടത്തേണ്ടത്, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നടത്തേണ്ടത്. അത് ചെയ്യാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും, ഒരു സംശയവും വേണ്ട. എന്തായാലും പോക്സോ കേസ് ഇതുവരെ ചുമത്തപ്പെട്ടിട്ടില്ല. ഇനി ഒരു പക്ഷേ DGPയുടെ നിർദ്ദേശപ്രകാരം SP വിശദമായി കാര്യങ്ങൾ അന്വേഷിച്ച് പോക്സോ കേസ് ചുമത്തിയാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 4 പ്രതികൾ, ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള 4 പേരുടെ പേരിലാണ്. ആ ജുമാ മസ്ജിദിലെ ഉസ്താദായ റഹ്മത്തുള്ള, പെൺകുട്ടിയുടെ വാപ്പ, വാർഡ് മെമ്പറായിട്ടുള്ള താജുദ്ദീൻ, അഴീക്കൽ പഞ്ചായത്ത് വാർഡ് മെമ്പറായിട്ടുള്ള താജുദ്ദീൻ, വരനായിട്ടുള്ള ഷാബിർ ഷെയ്ഖ് ഇപ്പോൾ തന്നെ വിദേശത്തേക്ക് കടന്നു എന്നാണ് അറിയുവാൻ കഴിയുന്നത്. എന്താകും ഈ കേസിൻ്റെ ഒരു പരിണാമം അല്ലെങ്കിൽ പരിസമാപ്തി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. മിക്കവാറും തേഞ്ഞു മാഞ്ഞു പോകുവാനാണ് സാധ്യത. കാരണം പെൺകുട്ടിയെ സ്വാധീനിച്ച ഇത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള മൊഴി നൽകിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ സംഭവം അങ്ങനെ ഒരു മൊഴി ആ പെൺകുട്ടി നൽകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം ആ പെൺകുട്ടിയുടെ വാപ്പയും ഒരു പ്രതിയാണ്. സ്വാഭാവികമായി വൈകാരികമായിട്ടുള്ള ഒരു സ്വാധീനം ആ പെൺകുട്ടിയിൽ ചെലുത്തുവാൻ അത് മാത്രം മതി. അത്തരത്തിലുള്ളൊരു പരിണാമത്തിലേക്കാണ് അല്ലെങ്കിൽ പരിസമാപ്തിയിലേക്കാണ് ഈ കേസ് പോകുന്നതെന്ന് സംശയിച്ചാൽ അതിന് തെറ്റ് പറയാൻ സാധിക്കില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. ആ സാധാരണ ജനങ്ങളുടെ മനസ്സിലെ തെറ്റിദ്ധാരണകൾ മാറ്റേണ്ടത് ഒരു സമൂഹം എന്നുള്ള നിലയിൽ എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. അത് നമുക്ക് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.